എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വളരെ ഷോർട്ട് വീഡിയോ ആണ് ഡിഫറൻസിയേഷൻ. +1 മുതലാണ് നമ്മളിത് പഠിക്കുന്നത്. സയൻസുകാരും കൊമേഴ്സുകാരും അതുപോലെ തന്നെ എല്ലാ ഫിസിക്സിലും ഒക്കെ ഡിഫറൻസിയേഷനെ കണ്ടമാനം അപ്ലിക്കേഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ ഈ ഒരു ഡിഫറൻസിയേഷൻ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു സംശയം, അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസിയേഷനെ കുറിച്ചൊരു ഐഡിയ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് റേറ്റ് ഓഫ് ചേഞ്ച്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇത് കണ്ടുപിടിക്കാനാണ് ഡിഫറൻസിയേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന്, എക്സാമ്പിൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ആൾ പോകുന്നു. അയാൾ കാറിനാണ് പോകുന്നത്. അപ്പോൾ അയാളുടെ ആവറേജ് സ്പീഡാണ് നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക, സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി എറണാകുളം തിരുവനന്തപുരത്തേക്ക് പല സ്ഥലത്തും പല സ്പീഡിലായിരിക്കും ഇയാൾ പോകുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ സ്പീഡ് 50 കിലോമീറ്റർ ആണെങ്കിൽ വേറെ സ്ഥലത്ത് 40 ആയിരിക്കാം, ചില സ്ഥലത്ത് 60 ആയിരിക്കാം, ചില 80 ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വേരി ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ കണ്ടുപിടിക്കാനാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിൻ്റെ ഈ ഭാഗം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ന്യൂട്ടനാണ്. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ന്യൂട്ടൻ ഈ ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പ്രിൻസിപ്പിയ എന്ന് പറയുന്ന ബുക്കിലും ഇതിനെക്കുറിച്ചുള്ള വളരെയധികം കാര്യങ്ങൾ ന്യൂട്ടൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു മാത്തമാറ്റിക്സ് ആണ് ഡിഫറൻസിയേഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മളിവിടേക്ക് വരുമ്പോൾ നമ്മൾ ചാപ്റ്ററിലൊക്കെ തുടങ്ങും d/dx ഓഫ് എക്സ്. അത് 1 ആണെന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറയുന്നതിനെ ഇതിൻ്റെ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 1 എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയനെ നമ്മൾ വളരെ ചെറിയ സ്ക്വയറുകളായിട്ട് നമ്മൾ മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ ഒരു വലിയ സ്ക്വയറിൻ്റെ ഏറ്റവും ടൈനിയസ്റ്റ് ഫോമാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ d/dx, എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അതുപോലെ d/dx ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻസിയേഷനിൽ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ 0 ആണ്. കാരണം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സാധനമാണ്. മാറ്റമില്ലാത്തതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ മീനിങ് കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസ്, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.